ഡൽഹി ജന്തർ മന്ദറിൽ തുടർച്ചയായ രണ്ടാം ദിനവും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം തുടരുകയാണ്. ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചുവെങ്കിലും വേദി ഒഴിയാൻ CJP ഭാരവാഹികൾ തയ്യാറാകാതെ വന്നതോടെ വൈദ്യുതിയും അടിസ്ഥാന സൗകര്യങ്ങളും അധികൃതർ പുനഃസ്ഥാപിച്ചു നൽകിയിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം ഒഴിയണം എന്നാവശ്യപ്പെട്ട് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള CJP നേതാക്കൾ ഇന്നലെ രാത്രിയും സമരപ്പന്തലിൽ തുടർന്നിരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടി പ്രതിഷേധത്തിന്റെ സമയം അവസാനിച്ചു എന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിന് വകവെക്കാതെ തുടർന്നും രാത്രി മുഴുവനും ഇവിടെ പ്രതിഷേധം തുടരുകയായിരുന്നു. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടന്നിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന അത്ര ആൾക്കൂട്ടം എന്തായാലും ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. നീറ്റ് പരീക്ഷയുടെ ദിവസം പോലും ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, CJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്നലെ രാത്രിയോട് കൂടി പോലീസ് കട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ റദ്ദാക്കിയിരുന്ന കുടിവെള്ളവും അതോടൊപ്പം തന്നെ ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇന്നിപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും പങ്കാളിത്തം ഇന്ന് കുറവാണ്. നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുള്ളവരെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. क्या कहना चाहते हैं सरकार से? देखिए, जो अपने अभी हिंदुस्तान में एजुकेशन सिस्टम का हाल सब जानते ही हैं, उसी वजह से सब लोग यहाँ आए हैं। तो उसी से खस्ता हाल शिक्षा व्यवस्था को ठीक करने के लिए हम यहाँ पे धर्मेंद्र प्रधान का इस्तीफा मांगने आए हैं। तो प्राइम मिनिस्टर ने कुछ नहीं कहा इसके बारे में। वो प्रधानमंत्री क्या कहेंगे? वो खुद अनपढ़ हैं, वो क्या इस बात के बारे में कहेंगे? अगर वो खुद पढ़े लिखे होते, बच्चों का विद्यार्थियों का दर्द समझते तो वो कुछ कहते हैं इस बारे में। जब वो बोलते नहीं है तभी उनके मिनिस्टरों का ये हाल है कि इतनी बेशर्मी के बावजूद भी कई लोगों की मौत के बावजूद भी रिजाइन नहीं दे रहे हैं। ये उन्हीं का बढ़ावा है। अगर वो बढ़ावा ना दे तो वो कम से कम कर लें। अगर प्रधानमंत्री बोले, अगर उनको शर्म आती है इस बात पे कि ये शिक्षा व्यवस्था ठीक हो तो वो बोलें प्रधानमंत्री, ताकि वो इस्तीफा दें। വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. അല്ലാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണുള്ളത്. ഇന്നലെ തന്നെ അഭിജിത് ദീപ്കെ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് തങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കാം, അല്ലാതെ തങ്ങൾ ഇവിടെ നിന്ന് രാജിവെക്കാതെ, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഒഴിഞ്ഞു പോകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ക്യാമറാമാൻ ഷിജു പട്ടുവത്തിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.